ഇതുപോലെ ഒരു അരിച്ചാക്കും ഒരു തുണിയും കൊണ്ട് നമുക്കൊരു എസ്തെറ്റിക് ലുക്കുള്ള ഒരു ഷോപ്പിംഗ് ബാഗ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ചാക്കിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്തിട്ട് നിവർത്തി വയ്ക്കുക. ഇനി കാണിക്കുന്ന പിക്ക് ഞാൻ എടുത്ത ഒരു ഡെമോ മെഷർമെൻ്റാണ്. അതിൻ്റെ നീളം 28 ഇഞ്ച്, വീതി 18 ഇഞ്ച്, സെൻറ്ററിൽ കാണുന്ന സ്മോൾ ബോക്സ് 2.5 ഇഞ്ചും 4 ഇഞ്ചും. ഈ മെഷർമെൻറ്റ് എടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ വഴിയെ പറയാം. അതിനുശേഷം നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറകിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചീത്ത വശത്തിന് മുകളിലായിട്ട് ഈ ചാക്ക് വയ്ക്കുക. ചാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ എൻഡ് ഫുള്ളായിട്ട് നമ്മൾ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്തിട്ട് വേണം എൻഡ് ഫുള്ളായിട്ട് നമ്മൾ തുണിയുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ചാക്കായതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ച് പതിയെ ചെയ്താൽ മതി. ഓരോ കോർണറിലും സൂചി കുത്തി നിർത്തിയിട്ട് വളച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാബ്രിക്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ തുണിയും ഈ ചാക്കും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ വേറെ സെപ്പറേറ്റ് കിടക്കും. നമ്മളിപ്പോൾ ഒരു ലൈനിങ് ആണെങ്കിൽ തേച്ച അല്ലെങ്കിൽ ഒരു സ്റ്റിഫായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് ഞാനതിനെ രണ്ടും കൂടെ ചേർത്ത് ഒരു ലൈൻ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ലൈൻ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള തുണി, സ്ട്രാപ്പിൻ്റെ നീളം നമുക്ക് എത്ര വേണോ അത്രയും നീളമുള്ള സ്ട്രാപ്പ് എടുക്കുക. അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. ഞാനിതിൽ വീതി എടുത്തേക്കുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ അത് എങ്ങനെ മടക്കുന്നു എന്നുള്ളത് നോക്കാം. അതിൻ്റെ വശം കറക്റ്റ് എടുത്തിട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അകത്തോട്ട് മടക്കിയിട്ട് സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. അതിനുശേഷം സെൻറ്റർ പോർഷൻ മടക്കിയതിന് ശേഷം രണ്ട് വശത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ നമുക്കതിൻ്റെ സ്ട്രാപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഈക്വലായിട്ട് സെൻറ്ററിലോട്ട് മടക്കി വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് പിന്നെയും ഒരു മടക്കും കൂടെ കൊടുക്കുമ്പം അത്രേ ഉള്ളൂ. അതിനുശേഷം രണ്ട് വശത്തൂടെ അടിച്ച് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രാപ്പായി. അപ്പോൾ സ്ട്രാപ്പ് അതിന് ശേഷം ഈ ചാക്കിൻ്റെ നല്ല വശത്ത് തിരിച്ച് വെച്ചതിന് ശേഷം അവിടെ സ്ട്രാപ്പ് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് രണ്ട് വശത്തും ഒരേപോലെ പ്ലേസ് ചെയ്ത് നല്ല പിന്നിട്ട് സെക്യൂർ ചെയ്ത് അതിന് ശേഷം ഒരു ലൈനിങ് ഫാബ്രിക് ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്ത് ഒരു ലൈനിങ് ഫാബ്രിക്കും കൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഏതൊക്കെ സൈഡാണെന്ന് ഞാനിത് കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന ഈ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഈ ഒരു രീതിയിൽ ഈ ചിത്രത്തിൽ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഈ രണ്ട് വശമാണ് അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം ലൈനിങ് ഫാബ്രിക്കിൽ ഒഴിച്ചിടുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഹോള് പോലെ ഇടുക. അതിനകത്തു കൂടി ഇതെല്ലാം വലിച്ച് പുറത്തേക്ക് ഇടുമ്പോഴാണ് ഈ തയ്ച്ച തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിലോട്ടാക്കി നമുക്ക് ബാഗായിട്ട് അത് കിട്ടുന്നത്. അതിനുശേഷം ഇനി കോർണറും കൂടെ തയ്ക്കാനുണ്ട്. 4 കോർണറും ഞാനിപ്പോൾ ഒരു കോർണർ മാത്രമേ കാണിക്കുന്നു. അതേപോലെ പിടിച്ച് 4 കോർണർ സ്റ്റിച്ച് ചെയ്യുക. ഈ കോർണർ ശ്രദ്ധിക്കണം കറക്റ്റ്. ഈ കോർണറിൽ ഒരു ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടെങ്കിലേ കോർണർ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ രണ്ട് വശവും തയ്യൽ തുമ്പ് ഉൾപ്പെടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുമ്പോഴത്തേ അത് ഈക്വൽ ലെങ്തിൽ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയണം. അതായത് നമ്മളവിടെ 4 ഇഞ്ച് എടുത്താൽ രണ്ട് സൈഡിലും 2.5 ഇഞ്ച് എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹാഫ് ഇഞ്ചും തയ്യൽ തുമ്പിന് പോയിട്ട് 2 + 2 4 ആവും. അതാണ് അവിടുത്തെ ട്രിക്ക്. ഏത് മെഷർമെൻ്റ് എടുത്താലും ഈ ഒരു സംഭവം നോക്കിയാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്ത് കഴിഞ്ഞ വീഡിയോ ആണ് ഇതിപ്പം കാണിക്കുന്നത്. എല്ലാ വശവും ഞാൻ ഇതുപോലെ തച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഹോളില്ലേ, ആ ഹോളിൽ കൂടി ഈ എല്ലാം വലിച്ച് പുറത്തോട്ടിടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് എല്ലാം ഉള്ളിൽ പോയിട്ട് നമ്മുടെ ബാഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് പുറത്തെടുക്കുക. ചാക്കായതുകൊണ്ട് കുറച്ച് ഒന്ന് ടഫാണ്, എന്നാൽ സാവധാനം പുറത്ത്
വലിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. തയ്യൽ തുമ്പുകളെല്ലാം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾ ഉള്ളതും കൂടെ ഇനി അങ്ങ് ലോക്ക് ചെയ്ത് നമ്മൾ വെളിയിൽ കൂടെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്താൽ മതി. അവിടെ അങ്ങ് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അത് ലോക്കായിട്ടിരുന്നോളും. എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ അത് ഉള്ളിലൂടെ പോകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും. അതിനുശേഷം ഇനി ലാസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ഈ ഒരു ഫാബ്രിക് ഈ നമ്മൾ ബാഗ് തുറക്കുന്ന ആ ഒരു വശത്തുണ്ട് ആ ഒരു സൈഡിലൊരു ടോപ്പ് സ്റ്റിച്ച് കൂടെ ഒരു സർക്കിളായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഗ്രോസറി ഐറ്റംസ് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. നല്ല സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കും. തുണിയാണ് കീറിപ്പോവും അങ്ങനെ ഒരു ടെൻഷനും ഒന്നുമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടേക്കുന്ന സ്ട്രോങ് സാധനമാണ്, അതായത് ചാക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനിതിലൊരു 2 ലിറ്റർ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു തൂങ്ങലോ ഒന്നുമില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ, ശുഭദിനം, നന്ദി.